അതിൽ 10 പേർക്ക് ഇരട്ട ജീവപര്യന്തം എന്നതാണ് പുറത്തു വരുന്നത്. അതിൽ ഇരട്ട ജീവപര്യന്തം എത്ര വർഷമാണ് എന്ന് പറഞ്ഞിട്ടില്ല. 14 വർഷമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിലപ്പുറത്തേക്ക് കടുത്ത ശിക്ഷയുണ്ടോ എന്നുള്ളതും കൂടി അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും കുടുംബം ഇപ്പം ഈ ഒരു ശിക്ഷ തൃപ്തികരമല്ല എന്നുള്ളതാണ് കുടുംബം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കുടുംബം അതുമായി ബന്ധപ്പെട്ട് അപ്പീൽ കോടതിയിലേക്ക് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ CPM-ൻ്റെ സമുന്നതരായ നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ മുൻ MLA-യും CPM-ൻ്റെ നേതാവുമായിരുന്ന പ്രധാനപ്പെട്ട ഒരാൾ KV കുഞ്ഞിരാമൻ, അദ്ദേഹത്തിന് 5 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ചെറുതല്ല. 5 വർഷം കുറഞ്ഞു പോയി എന്ന അഭിപ്രായമുണ്ട്, മറ്റ് ശിക്ഷ കുറവാണ് എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ എത്ര കാലം എന്നുള്ളതിലേക്ക് അപ്പുറത്തേക്ക് കോടതി ശിക്ഷിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അതൊരു മുൻ MLA ആണ്, CPM-ൻ്റെ സമുന്നതനായ നേതാവാണ്. ആ നേതാവും ഈ ഒരു കൊലപാതകത്തിന് ആസൂത്രണം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ കൊലയാളികളെ രക്ഷപ്പെടുത്താൻ, കൊലയാളികൾക്ക് സംരക്ഷണം ഒരുക്കാൻ ഇതൊക്കെ ചെയ്തു കൊടുക്കുകയും ഈ കൊലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു എന്നുള്ളത് ആണ് ഇതിനകത്തെ ഒരു പ്രധാന കാര്യം. CPM-ൻ്റെ നേതാക്കന്മാർ ഇത്തരത്തിൽ കൊലപാതകങ്ങൾക്ക് പങ്കാളികളാകുന്നു എന്ന് പൊതുസമൂഹത്തിലേക്ക് ബോധ്യപ്പെടുത്തുന്ന വിധികളാണ് വരുന്നത്. ഇതിൽ എത്ര കാലമായി, ഇപ്പം ഞങ്ങളുടെ കേസിലായാലും മറ്റ് കേസുകളിലുമൊക്കെ CPM-ൻ്റെ നേതാക്കന്മാർ ശിക്ഷിക്കപ്പെടുന്നത് നമുക്ക് കാണുന്നു. പക്ഷേ പിന്നിട്ടും ഇത് അവസാനിക്കുന്നില്ല എന്നുള്ളിടത്താണ്. 2012 ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് നടന്നത്. അതിൻ്റെ വിധി വന്നത് 2014. അന്നും CPM നേതാക്കന്മാർക്ക് ശിക്ഷ ഉണ്ടായിരുന്നു. അതിനുശേഷം 2019 ഈ 2 ചെറുപ്പക്കാരുടെ കൊലപാതകം നടക്കുന്നത്. അപ്പോൾ CPM ഇത് അവസാനിപ്പിച്ചിട്ടില്ല. ഇതാണ് ഇതിനകത്ത് ഏറ്റവും കാതലായ കാര്യം. ഈ കൊലവാൾ താഴെ വയ്ക്കാൻ എന്നാണ് ഈ പാർട്ടി തയ്യാറാവുക? ഇത്രയും നേതാക്കന്മാർക്ക് ശിക്ഷ കിട്ടിയിട്ടും അതിനെ ഇനി ഞങ്ങൾ ആ തരത്തിൽ നീങ്ങുന്നില്ല എന്ന് പറയാൻ ഒരു പ്രധാനപ്പെട്ട പാർട്ടി, ഒരു ഇടതുപക്ഷ പാർട്ടി തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു വിഷയം ഇപ്പോഴും ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശിക്ഷ പ്രഖ്യാപിച്ചപ്പോഴും CPM നേതാക്കന്മാർ ന്യായീകരിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടത്. അവരല്ല കുറ്റം, ഞങ്ങളിത് ചെയ്തിട്ടില്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും അത് തന്നെയായിരിക്കും പറയുന്നത് എന്ന് നമുക്കറിയാം. ഞങ്ങൾ ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടില്ല. കാലാകാലം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വാചകം അത് മാത്രമായിരിക്കും. ഗൂഢാലോചന കൂടി ഇതിനകത്ത് തെളിയിക്കപ്പെടുന്നു. പിന്നെ പ്രതികളെ, തെളിവുകളെ നശിപ്പിക്കാൻ ചെയ്ത പ്രവർത്തനങ്ങൾ തെളിയിക്കപ്പെടുന്നു. ഇതൊക്കെ ഈ കേസിൻ്റെ ഭാഗമായി തെളിയിക്കപ്പെടുന്നു. ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കണ്ടത്, ഈ കേസ് CBI ഏറ്റെടുക്കുന്നതിനെതിരെ അതിശക്തമായി നീങ്ങിയ ഒരു പാർട്ടിയാണ് CPM. 1.25 കോടി രൂപയോളം ഇപ്പോൾ കേരളത്തിലെ പൊതുഖജനാവിൽ നിന്ന് മുടക്കിയാണ്